നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കുന്നതിനുള്ള SNDP സംരക്ഷണ സമിതിയുടെ പോരാട്ടം തുടരുകയാണ്. എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി 4 ഹർജികളാണ് ഫയലിൽ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിനും എതിർകക്ഷികളായിട്ടുള്ള കേരള സർക്കാരിനും IG ഓഫ് രജിസ്ട്രേഷനും മറ്റുള്ളവർക്കും സുപ്രീം കോടതിയിൽ നിന്നും നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും തങ്ങളുടെ നിലപാട് വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വളരെ നിർണായകമാണെന്നുള്ള രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. നമുക്കറിയാം, SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ 1996 മുതൽ തുടരുകയാണ്. നടേശനെതിരെ അതിരൂക്ഷമായ എതിർപ്പാണ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. ഡിൻ നമ്പർ ഇല്ലാത്തതിനാലും വാർഷിക വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാത്തതിനാലുമാണ് SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡിനെ ഒന്നടങ്കം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അയോഗ്യരാക്കിയത്. ഇതിനെതിരെയുള്ള ഹർജി വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുകയും താൽക്കാലികമായി ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെയാണ് എല്ലാവർക്കും വോട്ടവകാശം എന്നൊരു ഹർജി SNDP സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ ഹർജിയിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എല്ലാവർക്കും വോട്ടവകാശം അനുവദിച്ചു. എന്നാൽ അതിനെ ഡിവിഷൻ ബെഞ്ച് എതിർക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് SNDPയുടെ മേലുള്ള നിയന്ത്രണം? ഏത് ആക്ട് അനുസരിച്ചാണ് SNDP പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വ്യാഖ്യാനിച്ച് ചില മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് SNDP വിഷയത്തിൽ നിർണായകമാണ് എന്ന് പറഞ്ഞത്. എന്നാൽ എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളത് SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അത് ഇങ്ങനെയാണ്: 2005 മുതൽ 2022 വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിലും കേരള ഹൈക്കോടതിയിലെ വിവിധ കേസുകളിലും കമ്പനി ലോ ബോർഡിലും SNDP യോഗം എടുത്തിരുന്ന നിലപാട് സംസ്ഥാന നിയമമായ നോൺ ട്രേഡിംഗ് കമ്പനി കേരളയുടെ കീഴിലാണ് SNDP പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു. ഇതേ നിലപാട് കൊണ്ടാണ് 2015 വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും SNDP യോഗത്തിൽ നിന്ന് പുറത്താകുന്ന തീരുമാനം കമ്പനി ലോ ബോർഡിൽ നിന്ന് ഉണ്ടാകാതിരുന്നത്. 2022 SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നത്. ഇതിൻ്റെ പ്രധാന കാരണം കേരള നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് നിലനിൽക്കില്ല എന്നതാണ്. എല്ലാവർക്കും വോട്ടവകാശം വന്നാൽ താൻ ദയനീയമായി പരാജയപ്പെടുമെന്ന് നഗ്നസത്യം തുറച്ചു നോക്കിയ വെള്ളാപ്പള്ളി ഞെട്ടിപ്പോയി. സമുദായത്തിലെ വെറും 5% പോലും പിന്തുണ തനിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. തൻ്റെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നവരാരും തൻ്റെ വിശ്വസ്തരല്ല എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. തൻ്റെ കാലിൽ വീഴുന്നവർ തൻ്റെ കാലുവാരി നിലത്തിടാൻ വേണ്ടിയാണെന്നുള്ള പലപ്പോഴും അദ്ദേഹം തന്നെ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ മുന്നിൽ വെള്ളാപ്പള്ളി ഭക്തരായി നടിച്ചാണ് പല ആൾക്കാരും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളിക്ക് ഇത് കൃത്യമായിട്ടറിയാം. എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള നിയമം വന്നു കഴിഞ്ഞാൽ തനിക്ക് ഈ SNDP യോഗത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നും അറിയാം. അപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എല്ലാവർക്കും വോട്ടവകാശം നൽകിയ കേസിൽ ഈ നടേശൻ അപ്പീൽ നൽകുകയും ഡിവിഷൻ ബെഞ്ച് അപ്പീൽ അനുവദിക്കുമായിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 4 അപ്പീലുകൾ നൽകുന്നത്. ഇത് കോടതി ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഇതിന് പിന്നാലെ ചില മാധ്യമങ്ങളിലാണ് വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവർക്കും വോട്ടവകാശം കേസിൽ കേന്ദ്ര സർക്കാർ നിർണായകം എന്നായിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ SNDP സംരക്ഷണ സമിതി അപ്പീൽ നൽകുമെന്നറിയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ കാവിയറ്റ് ഇടുകയുണ്ടായി. അതായത് കാവിയറ്റ് എന്ന് പറയുന്ന ഹർജി വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിലിട്ടു. സംരക്ഷണ സമിതി നൽകിയ അപ്പീലുകളിൽ വെള്ളാപ്പള്ളിമാർ, അതായത് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും അടക്കം വെള്ളാപ്പള്ളിമാരും കൂടാതെ എതിർകക്ഷികളായിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും IG ഓഫ് രജിസ്ട്രേഷനുമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ അപ്പീൽ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നത് മാർച്ച് 25 അന്ന് ഈ കാവിയേറ്റേഴ്സ് എന്ന് പറയുന്നത് അന്ന് വെള്ളാപ്പള്ളി നടേശനും മകനും അടങ്ങുന്ന അവർ മാത്രമാണ് കാവിയേറ്റ് ഇട്ടിരുന്നത്. അവർ കാവിയേറ്റിനെ കൂടാതെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഹാജരായി. ആലോചിക്കണം, ഈ അപ്പീൽ പരിഗണനയ്ക്ക് വരുന്നതേ ഉള്ളൂ. അവിടെ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് എന്തിനാണ് ഹാജരായി എന്നുള്ളത് ആണ് ചോദ്യം. അന്ന് വരെ കേന്ദ്ര സർക്കാരിന് ഒരു കോടതി നോട്ടീസ് പോലും പോകാത്ത ഈ കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായി. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ ചോദിക്കുന്നത്. കോടതി കേസ് ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് കാര്യമുള്ളൂ.
അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ എന്താണ് ഇവർക്കൊരു പ്രത്യേക താല്പര്യമെന്നൊരു ചോദ്യം അന്ന് തന്നെ ഈ സംരക്ഷണ സമിതി ഉയർത്തിയിരുന്നു. ഏപ്രിൽ 21 ഈ കേസ് പരിഗണിക്കുന്നതിന് മാറ്റിയത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 21 കേസ് പരിഗണിക്കുകയും ചെയ്തു. ഓർക്കണം, അന്ന് തന്നെയാണ് സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ചിൽ ശബരിമല കേസിൻ്റെ വാദം നടന്നത്. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ കീഴിൽ വലിയ വാദം നടക്കുകയാണ്. ആ വാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ് കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലായിട്ടുള്ള തുഷാർ മേത്ത. ആ വാദം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്നും ഈ SNDP കേസിൽ SNDPക്ക് ആ കേസ് അവിടെ പരിഗണിക്കണയോ വേണ്ടയോ എന്ന് ഈ ഹർജി പരിഗണിക്കണയോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് കേന്ദ്ര സർക്കാരിന് വേണ്ടി അദ്ദേഹം ഹാജരാകുന്നു. കേന്ദ്ര സർക്കാർ കാവിയേറ്റർ അല്ലാത്ത ഈ കേസിൽ സോളിസിറ്റർ ജനറൽ വന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ ചോദിക്കുന്നത്. 5 മുതൽ 7 വരെ എതിർകക്ഷികളായിട്ടുള്ള കേരള സർക്കാർ, IG ഓഫ് രജിസ്ട്രേഷൻ, മറ്റുള്ളവർ അന്നൊന്നും അവർ ഈ കേസിൽ ഹാജരായിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേസിൽ അവർക്ക് നോട്ടീസ് ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് ഹാജരാകാൻ സാധിക്കൂ. അവർക്ക് നോട്ടീസ് ചെല്ലാത്ത കാരണം അവർ ഹാജരായില്ല. 21 സുപ്രീം കോടതി ഉത്തരവിലെ ഈ 4 ഹർജികളും 4 അപ്പീലുകളും ഫയലിൽ സ്വീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിൻ്റെ 2ാം ഖണ്ഡികയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ പറയുന്നു. 3ാം ഖണ്ഡികയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കേസിൽ അന്ന് നോട്ടീസ് പോയിട്ടില്ല, ഒരു പങ്കാളികൾ അവർ ഈ കേസിൽ ബന്ധമില്ല. പക്ഷേ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചു എന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ നോട്ടീസ് പോലും ഇല്ലാതെ ഹാജരായി വാദം പറഞ്ഞു ഈ കേസിൽ വാദം പറഞ്ഞു. അതിനെ തുടർന്നാണ് കേന്ദ്ര നിലപാട് എഴുതി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഈ കേസിൽ കേരള സർക്കാർ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അത് നോട്ടീസ് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ കേസിൽ അവരുടെ പ്രതികരണം അറിയിക്കാൻ പറ്റൂ. കേരള സർക്കാരുകളുടെ ഇതിനകത്തെ നിലപാടുകൾ, ഇവരുടെ നിലപാടുകൾ നിർണായകമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് ഉത്തരം. കാരണം കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറലും കേരള സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അവരുടെ അഭിഭാഷകനും ഈ 2 സർക്കാരുകളുടെയും നിലപാടുകൾ മാത്രമാണ് പറയുക. അവരുടെ നിലപാടിൽ ഈ കേസിൽ എന്താണ് ഞങ്ങളുടെ നിലപാടുകൾ, ഇത് കേന്ദ്ര നിയമം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് അതോ കേരള നിയമം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അതറിയിക്കാൻ മാത്രമാണ് ഇവർക്ക് നിർദ്ദേശമുള്ളത്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിലപാട് എന്തായാലും അതിന് തുല്യ പ്രാധാന്യമാകും കോടതി നൽകുക. പക്ഷേ അതീവ നിർണായകമായിട്ട് ഈ കേസിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, അത് സത്യവും ധർമ്മവും നിയമവും നീതിയും ബാക്കിയുണ്ടെങ്കിൽ അതാണ് നിർണായകം എന്നാണ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ പറയുന്നത്. കോടതി നടപടികളിലെ ഭാഗികമായ കാര്യങ്ങൾ വെച്ച് ഈ വാർത്തകൾ വരുത്തുന്നതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കരങ്ങളാണെന്ന് സംശയിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളിമാർ ഈ യോഗത്തിൽ തുടരുമെന്ന പ്രചാരണം നടത്തിയില്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞ കൂടെ നിൽക്കുന്ന യൂണിയൻ ഭാരവാഹികളും മറ്റുള്ളവരും വെള്ളാപ്പള്ളിമാരെ തള്ളിപ്പറയും. അതിനുവേണ്ടി ഇവരെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി ഈ അടുത്ത മാസം മെയ് 15 മുതൽ 17 വരെ കർണാടകത്തിൽ റോട്ടറി ക്ലബിൻ്റെ മാതൃകയിൽ ഒരു ഉഗ്രൻ ക്യാമ്പ് വെച്ചിട്ടുണ്ടെന്നും ഈ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും SNDP സംരക്ഷണ സമിതി വളരെ വലിയൊരു പോരാട്ടമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളെയും SNDP യോഗത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയും യോഗം ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സമര പരമ്പര, അല്ലെങ്കിൽ ഒരു സമര പോരാട്ടമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SNDP യോഗം ഡയറക്ടർ ബോർഡിനെ അയോഗ്യരാക്കിയത്. അതിനൊപ്പം തന്നെയാണ് എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള ഏറ്റവും വലിയ മാറ്റം, വിപ്ലവകരമായ SNDP യോഗത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ലക്ഷ്യമിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.